ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്നേഹം നിറഞ്ഞ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അജ്മീർ നന്മ മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുന്ന വിഷയം, നേരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ പറ്റിയോ അതുപോലെ മറ്റ് ഇതര മതസ്ഥരുടെ ബഹുമാനിക്കുന്ന ഗ്രന്ഥങ്ങളും അതുപോലെ നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഓരോ വിഷയങ്ങളെ പറ്റിയും അത് ചില ആളുകൾ അറിവില്ലായ്മ കൊണ്ട് അത് നമ്മുടെ വീട്ടിൽ വരുന്ന പഴയ സാധനങ്ങൾ എടുക്കുന്ന ആളുകളെ അടുത്ത് കൊടുത്തയച്ചിട്ടുണ്ടായ പ്രയാസങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ഏർപ്പാട് ചെയ്തതാണ്. പല യൂട്യൂബർമാരും എൻ്റെ അടുത്ത് വന്ന് വീഡിയോ ചെയ്തു. അതെല്ലാവരും നിങ്ങളെല്ലാവരും കണ്ട് മനസ്സിലാക്കി വളരെ നല്ല അഭിപ്രായങ്ങളും അതിനു വേണ്ട സുരക്ഷിതമായ കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും ചെയ്ത് കണ്ട് മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ ഞാനിങ്ങനെ വീഡിയോ വരാനുണ്ടായ കാരണം, നമ്മുടെ അതിനുശേഷം ഒരുപാട് ആളുകൾ പള്ളി പുതുക്കി പണിയുന്ന സമയത്ത്, അതുപോലെ റമദാൻ്റെ സമയമാകുമ്പോൾ ഉണ്ടാകുന്ന ഖുർആന് എന്ത് ചെയ്യണമെന്നറിയാതെയും, അതുപോലെ വീടുകൾ പെയിൻ്റടിക്കുന്ന സമയത്ത്, കല്യാണ സമയത്ത്, ഇതുപോലെ നമ്മളെ ഖുർആൻ എന്താ ചെയ്യുക, വീടുകൾ തട്ടിക്കൊട്ടുമ്പോൾ കുറേ പഴയ ഖുർആൻ ഉണ്ടാവും. ഇതിനൊക്കെ പരിഹാരം പറഞ്ഞു കൊടുത്തതാണ്. ഏതായാലും ഞാൻ അവരോടൊക്കെ പറഞ്ഞത്, നമ്മൾ സൂക്ഷിക്കാൻ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ സൂക്ഷിക്കുന്ന നല്ല ബ്രീഫ് കേസിലാക്കിയിട്ടും അതുപോലെ നല്ല മരത്തിൻ്റെ ബോക്സിലാക്കിയിട്ടൊക്കെയാണ് സൂക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ തൽക്കാലം ഉള്ളത്. നല്ല പെട്ടിയിലാക്കിയിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത് പറഞ്ഞു, പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നാൽ നമ്മൾ സൂക്ഷിക്കാം എന്നും പറഞ്ഞു. ഏതായാലും ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഒരാൾ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ ഈ ഹജ്ജ് ഉംറ സർവീസുമായിട്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ കാര്യങ്ങൾ ഹജ്ജിനും ഉംറക്കും കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്, സന്തോഷം. എല്ലാവരുടെ നിയ്യത്ത് പോലെ തന്നെ അത് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അതിന് കാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, അതിലൊക്കെ ഈ ഹജ്ജിനും ഉംറൻ്റെയും സിയാറത്താവുമ്പോൾ നമ്മൾ അധികം ആളുകളും മക്കൻ്റെയും മദീനൻ്റെയും ഫോട്ടോ വെച്ചിട്ടാണ് അതിന് നോട്ടീസ് അടിക്കാറുള്ളത്. അത് അധികം ആളുകളും പല ആളുകൾക്കും പരസ്യത്തിന് വേണ്ടി പല ആളുകൾക്കും വേണ്ടി കൈമാറും. ആളുകൾ എന്ത് ചെയ്യും, അത് ശ്രദ്ധിക്കാതെയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തിൽ ഇതിൻ്റെ ബഹുമാനം ആദരവും മനസ്സിലാക്കാത്ത ആളുകളുമായിട്ട് അത് പല സ്ഥലങ്ങളിലും, നമ്മൾ നജീസുള്ള സ്ഥലങ്ങളിൽ, അങ്ങാടിയിൽ, നമ്മൾ ചവിട്ടുന്ന സ്ഥലത്ത്, അതുപോലെ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട്, അതേപോലെ ചില ഫ്ലക്സുമലൊക്കെ നോട്ടീസുമലൊക്കെ ഇങ്ങനെ മക്കൻ്റെയും മദീനൻ്റെയും അതുപോലെ നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന, നമ്മൾ മാത്രമല്ല ഏത് മതസ്ഥരായാലും നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഓരോ ഫോട്ടോസുകളും അതിങ്ങനെ നമ്മൾ പരസ്യമായി ചവിട്ടുന്ന സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അതിന് വളരെയധികം, ഏത് സ്ഥാപനമായാലും അതിന് ബർക്കത്തും കുറവാണ്. മാത്രമല്ല നമുക്കത് കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ ഫോട്ടോ അയച്ചു തന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീണ്ടും വീണ്ടും നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉപദേശിക്കാൻ ഞാൻ അർഹനല്ല, എന്നാലും നിങ്ങൾ ഇത് ഓർമ്മപ്പെടുത്താതിരുന്നാൽ നമ്മൾ നേരത്തെ അത് ഓർമ്മപ്പെടുത്തിയ ആൾ എന്നൽക്കും കൂടിയിട്ടാണ് നിങ്ങളോട് വീണ്ടും നമ്മൾ പറയുന്നത്. ഈ ഒരു വിഷയം എല്ലാവരും ഷെയർ ചെയ്ത് ഒന്നും കൂടി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി പരിഗണിക്കണം. നമ്മൾ ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത്, അത് നമ്മളെ സമൂഹത്തിന്, നമ്മളെ മക്കൾക്ക് ആദരവും ബഹുമാനം നമ്മൾ കൈമാറാതിരുന്നാൽ അത് നമ്മൾക്ക് ജീവിതത്തിലും കുടുംബത്തിലൊക്കെ വിഷമവും പ്രയാസമൊക്കെ ഉണ്ടാവാൻ അതിന് മതിയാവും, അതിന് കാരണമാകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ഒരു വിഷയം, കച്ചവടക്കാരായാലും ഞാനടക്കം എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതുമായ കാര്യങ്ങൾ വളരെയധികം അത് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തിയാൽ ഉപകാരപ്പെടുമെന്നുള്ള ഖുർആൻ്റെ വചനം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെല്ലാവരും ഈ വിഷയം ഒന്ന് ഷെയർ ചെയ്ത് മക്കൻ്റെയും മദീനൻ്റെയും അതുപോലെ മറ്റ് നമ്മൾ ആദരിക്കുന്ന ഖുർആനായാലും അതുപോലെ ഏത് വിഷയമായാലും വളരെയധികം കാര്യഗൗരവത്തിൽ അത് പരിഗണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി, വീഡിയോ നീണ്ടുപോയതിൽ പ്രയാസമുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ വിഷയം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. ഇതുപോലത്തെ നല്ല വീഡിയോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളിത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ ഇതിനെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ഈ ഒരു നല്ല മെസ്സേജ് എത്തിക്കണം. എല്ലാവർക്കും നന്മയുള്ള സന്തോഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. നിർത്തുന്നു.